ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അൽസാബ് ടോക്സ്. ഞങ്ങളുടെ പറയുന്നത് നല്ല കളി ഉണ്ടായിരുന്നു. ഹൈദരാബാദും നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ്. ഇത് വെറുതെ ഒരു തോൽവി എന്നാണ് പറയുന്നത്, വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തൊരു തോൽവിയാണ്. തോറ്റു മടുത്തു. രണ്ട് കളി പോലും ഇപ്പോൾ LSG-നായിട്ട് 2 പ്രാവശ്യം കളിച്ചു, എന്നാലും തോറ്റു. ഇതിലും തോൽവി, വല്ലാത്തൊരു തോൽവി. ഇനിയിപ്പോൾ ഗുജറാത്തിനായിട്ടുണ്ട്, അതും കൂടി ജയിച്ചില്ലെങ്കിൽ ആ ടീം ഇനി എലിമിനേറ്റ് ആവും, പിന്നെ വരില്ല. പിന്നെ ഫൈനലിലേക്ക് ഒരു എത്തേണ്ട പ്രതീക്ഷയില്ല. എവിടെയാണ് ധോണി ഇല്ല, ആരുമില്ല. കുറേ ഞാൻ പറയട്ടെ, ഇന്നലെ ഒരു മൊക്ക ബോളറാണ് വന്ന് എറിയിപ്പിച്ചത്. വളരെ മോശം, വളരെ ഡിസപ്പോയിൻറ്റഡ്. കുറേ വൈഡും, എത്ര വൈഡ്, എന്നിട്ട് ഒരു വിക്കറ്റ് ഇങ്ങനെ നഷ്ടം. ടോസ് ജയിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് അടക്കം 181 റൺസ് മാത്രം ജയിക്കാൻ ഹൈദരാബാദിൽ. അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു, എന്തായാലും അവരെ പൊട്ടിക്കും. അതുപോലും നടന്നില്ല. വിക്കറ്റുകൾ പോകാൻ തന്നെ വളരെ വൈകി. 18-ലാണ് ആദ്യം പോയത്. അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ 84 2. പിന്നെ അതിൻ്റെ റണ്ണിങ്ങനെ അടുത്തെത്തുമ്പോൾ വിക്കറ്റുകൾ ഇങ്ങനെ പോകുന്നില്ല. 127 2 വിക്കറ്റ്, 154 അങ്ങനെ 4 വിക്കറ്റ്, അങ്ങനെ ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോവാണ്. പിന്നെ വിക്കറ്റ് പോകണില്ല. ബോളാണെങ്കിൽ കുറയുന്നുണ്ട്. കുറേ വൈഡിട്ട് ബോൾ ഒന്നാമത്തെ ചെയ്യേണ്ടത് വൈഡ് എടുത്ത് കൊടുത്ത് അതാക്കല്ല. ഒന്നാമത്തെ ആ ബോൾ അടിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഔട്ടായില്ലെങ്കിൽ റണ്ണ് കുറയ്ക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇത് വൈഡും കിട്ടുന്നുണ്ട്, ബോളും കുറവുണ്ട് അടുത്തടുത്ത്. അതായത് ഒരു 39 റൺസ്, 22 ബോൾ, 28, അങ്ങനെ എങ്ങനെയാ സ്റ്റേജ് വരും. ആ ബോൾ കുറയും, അല്ല അടിക്കുമ്പോൾ 6 കൂടും, അപ്പോൾ ഈ ബോൾ ഇതാവും. ലാസ്റ്റ് ആകെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു 7 ബോളും 4 റണ്ണാണ്. അതും കൂടി അടിച്ചാൽ പിന്നെ ജയിച്ചില്ലേ. അങ്ങനെ ജയിച്ചു, ഒരു 6 പോലെ അടിച്ചിട്ട്. എന്താ പറയുക, ഒരു വില തോറ്റു മടുത്തു. ഇനി എന്തെങ്കിലും ഒന്ന് ജയിക്കി, അതാ പറയണം. ഇത്രയും വന്ന് കഷ്ടപ്പെട്ടില്ലേ, 6 കളികൾ ജയിച്ചില്ലേ, ഇപ്പോൾ 7 തോറ്റു. നാണക്കേടല്ലേ. അപ്പോൾ ഇനിയും പറയണത്, ഗുജറാത്തും കൂടി ജയിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാവും. ഇല്ലെങ്കിൽ അത് എലിമിനേറ്റ് ആവും. പിന്നെ അവർ വരും. പിന്നെ നിങ്ങൾ ഇനി ഒരു പ്രവേശം ഉണ്ടാവില്ല. അപ്പോൾ ധോണിനൊന്ന് കൊണ്ടുവരും, ധോണിനൊന്ന് കളിപ്പിക്കി. ധോണി അവിടെ അന്നേരം ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. വളരെ ഡിസപ്പോയിൻറ്റഡ്. ഇതൊന്നും പറയാനില്ല എനിക്ക്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതൊരു ഗുഡ് ബൈ.